എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഉടൻ നിങ്ങളെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും തീർച്ച എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പരുന്ത് ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി ഉടൻ നിങ്ങളെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ആ വ്യക്തി ഒരു കാർക്കശക്കാരനോ കാർക്കശക്കാരിയോ ആയൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്ന് ദേഷ്യം വരികയും ഒക്കെ ചെയ്യുന്ന സ്വഭാവ സവിശേഷത ആ വ്യക്തിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിയണം, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടണമെന്ന് സ്ഥിരമായി വിശ്വസിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ ആഗ്രഹിച്ച ആളുകൾ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവർ ഉണ്ടാക്കിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അകന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇനി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരുമിച്ച് പോകാൻ കഴിയരുത് എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പോക്കുകൾ നടത്തുകയും നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റുവാനായിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞ, അതിൽ പറയാത്തതുമായ പല രഹസ്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞ് ബന്ധം വഷളാക്കാൻ അവർ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി ധരിക്കപ്പെട്ട ആ വ്യക്തി കാർക്കശ്യത്തോടെ നിങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്തു. അങ്ങനെ ആ നിലപാടിൻ്റെ ഫലമായി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ അകൽച്ച നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുഃഖത്തിന് കാരണമായി. നിങ്ങൾക്ക് ആ അകൽച്ച സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആ വ്യക്തി നിങ്ങളെ വിളിക്കാതിരുന്നപ്പോൾ, ആ വ്യക്തി നിങ്ങളോട് പറയാതിരുന്നപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ദുഃഖം അനുഭവപ്പെട്ടു. മുന്നോട്ട് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ മുന്നോട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെത്തി. നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത, നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത നിലയിൽ ആ വ്യക്തിയുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാക്കപ്പെട്ടു. നിങ്ങൾ സത്യസന്ധമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളെ എങ്ങനെയെങ്കിലും ആ വ്യക്തിയിൽ നിന്നും അകറ്റണം, ആ വ്യക്തിയിൽ നിന്നും അടർത്തി മാറ്റി അവരുടെ കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു അകൽച്ച രൂപാന്തരപ്പെടുകയും ആ അകൽച്ച മൂലം നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു അന്തരം ഉണ്ടാകുകയും ചെയ്തു. മാനസികമായി നിങ്ങളെ അകറ്റാൻ അവർ ശ്രമിച്ച ശ്രമങ്ങൾ ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലമോ, ആ വ്യക്തിയുടെ കാർക്കശ്യ സ്വഭാവം മൂലമോ, ആ വ്യക്തി അവരെ തെറ്റിദ്ധരിച്ചത് മൂലമോ, അല്ലെങ്കിൽ അവരെ അവിശ്വസിച്ചത് മൂലമോ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള അകൽച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചു. അത് നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അത്രത്തോളം മാനസികമായ വേദനകളും വ്യതകളും നിങ്ങൾ സഹിച്ചിരുന്നു. നിങ്ങളുടെ മനസ്സിലത് ബാധിച്ചിരുന്നു. അത് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടാക്കി. ആ വ്യക്തിയുടെ ഒരു വിളിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സ് തുറന്ന് ആ വ്യക്തിയായിട്ട് വിളിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പല തവണ ഒരുപക്ഷെ അങ്ങോട്ട് വിളിച്ചപ്പോഴും ബ്ലോക്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ കയർത്ത് സംസാരിച്ച് ഇനിയും വിളിക്കരുത് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, സ്നേഹം, ആത്മാർത്ഥതയുള്ള ഒന്നായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകാനും നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത വളരെ വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടേതായൊരു കോള് നിങ്ങളെ തേടി വരുന്നു. തൻ്റെ എടുത്തുചാട്ടവും ചില ആളുകളെ അതിര് കവിഞ്ഞ് വിശ്വസിച്ചതും അവർ തന്നെ ചതിച്ചതുമാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നും ഉള്ള ബോധ്യത്തിൽ ആ വ്യക്തി തിരിച്ചു വരുന്നതും നിങ്ങളെ വിളിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഉടൻ ആ തെറ്റിദ്ധാരണ മാറിയ ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് കാക്ക എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്നും ആ വ്യക്തിയിൽ നിന്ന് അവഗണനകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. നിങ്ങളെ അവഗണിക്കാൻ ആ വ്യക്തിയും മുൻകൈയെടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും മുൻഗണനകൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻകൈ എടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളെ മൊത്തത്തിൽ വളരെ അധികം മൂല്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്നും
നിങ്ങൾക്കൊരു കഴിവുമില്ലെന്നും നിങ്ങൾ ഏറ്റവും അടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മൂല്യം കുറഞ്ഞ വ്യക്തിയാണെന്നുള്ളൊരു അബദ്ധധാരണകൾ ആ വ്യക്തിയിൽ ചിലർ കുത്തിവെക്കുകയും ആ വ്യക്തി സ്വയം മെനഞ്ഞെടുക്കുകയൊക്കെ ചെയ്തേക്കാം. അങ്ങനെ ആ ധാരണ മൂലം എന്നും ആ വ്യക്തിയിൽ നിന്നുള്ള അവഗണനകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു. ഒരു കാലത്ത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അതിനുശേഷം നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയോട് പെരുമാറുകയും നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകുകയും ആ വ്യക്തിയോടും ഒരു അകൽച്ച കാണിക്കാതെ പെരുമാറുകയും ചെയ്തു. എല്ലാം സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകും, സത്യസന്ധമായ നിലപാടെടുക്കുകയും ചെയ്ത നിങ്ങളുടെ മൂല്യം ആ വ്യക്തി മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി അതിന് വില വെക്കാതെ ഇരിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നേടിയതിന് ശേഷം നിങ്ങളെ അവഗണിച്ച് ഇല്ലാതാക്കാനായിട്ട് ആ വ്യക്തിയും കൂടി കൂട്ടുനിന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ മനഃപൂർവ്വം അത്തരം പ്രവൃത്തിയിലേക്ക് ചിലർ തള്ളിവിട്ടിരിക്കുന്നു. എങ്ങനെയായാലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അവഗണന ഉണ്ടായിട്ടുണ്ട്. ചുറ്റുപാടുള്ള ആളുകൾ ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോൾ വല്ലാതെ കളിയാക്കി. നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ ഒരുപക്ഷെ പ്രത്യക്ഷമായ ആ വ്യക്തിയിൽ സ്വാധീനം ഉണ്ടാക്കി നിങ്ങളെ അകറ്റാൻ നോക്കിയിട്ടുണ്ടാവില്ല ആദ്യത്തെ പയലുകാരെ പോലെ. പക്ഷേ മറ്റെന്തോ കാരണം കൊണ്ട് ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോൾ അതിൻ്റെ ഗുണഫലം അവർ എടുക്കുന്നു. നിങ്ങളെ കളിയാക്കുന്നു, നിങ്ങൾക്കെതിരെ കാര്യങ്ങൾ പറയുന്നു, നിങ്ങളൊന്നുമല്ലാതാക്കുന്നു, ഇനി നിങ്ങൾക്കൊരു തിരിച്ചുവരവില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും നിങ്ങൾക്ക് വല്ലാത്ത ഒരു സങ്കടം ഉണ്ടാവുന്നു. കാരണം എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞാൻ എത്ര കൃത്യമായി ജീവിതത്തെ കൊണ്ടുപോയി, എത്ര കൃത്യമായി ജീവിതമായി മുന്നോട്ട് പോയി, അതിനിടയിൽ എനിക്ക് ഈ ദുർവിധി വന്നല്ലോ എന്നുള്ള ചിന്തയും എന്നുള്ള ദുഃഖവും നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിയിൽ നിന്നൊരു കോൾ വരാതെ ഇരിക്കുന്നു, ആ വ്യക്തി നിങ്ങളെ വിളിക്കാതിരിക്കുന്നു, മൈൻഡ് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തിയിൽ നിന്നുള്ള അവഗണന നേരിട്ടപ്പോൾ നിങ്ങൾക്കിനി ഒന്നും നൽകാനില്ല, തനിക്കിനി ഒന്നുമില്ല, താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ, നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ചതിനാൽ നിങ്ങൾക്ക് മൂല്യം ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയും നിങ്ങൾക്ക് ശക്തി നേടാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് സജീവമായി മുന്നോട്ട് പോകാൻ, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു തകർച്ചയുമില്ലാതെ, ഒരു പ്രതിസന്ധിയുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ഉണ്ടാകുന്നു. ആ ശക്തിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അവഗണിച്ച ആ വ്യക്തി തന്നെ നിങ്ങളെ വിളിക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. ഒരു വിളിക്കായിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സമീപിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ വിളി വരുന്നു. നിങ്ങൾക്കതൊരു സ്വർഗം കിട്ടിയതുപോലുള്ള അനുഭവം തോന്നുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം അവഗണിക്കപ്പെട്ടിരുന്നു, നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു ആ വ്യക്തി വിളിക്കാൻ. നിങ്ങളുടെ എല്ലാമായ ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾക്ക് ആ സൗഭാഗ്യം ഉണ്ടാകുന്നു, ഉടനുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.